നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ എടുക്കാനുണ്ടോ? എങ്കിൽ ആ 10 രൂപ വെച്ച് എങ്ങനെ ഒരു 20,000, 30,000 അല്ലെങ്കിൽ ഒരു 40,000 രൂപ വരെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു 10 വർഷം മുന്നേ പോയി പെട്രോളിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 50 60 രൂപയൊക്കെ ആയിരുന്നതാണ്. പക്ഷെ ഇന്ന് പെട്രോളിന്റെ വില എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 100 110 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡിന്റെ വില ഒരു 10 വർഷത്തിന് മുന്നേ അതൊരു 30,000 40,000 രൂപയായിരുന്നു. ഇന്ന് പക്ഷെ അതൊരു 1,00,000 മുകളിൽ പോയി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വിലയൊക്കെ കൂടുന്നുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള പൈസ അതിനനുസരിച്ച് വലുതാവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ആവുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് പോലും പൈസ കണ്ടെത്താൻ പറ്റാണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വിലയാണെങ്കിൽ കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും സാധനങ്ങൾ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വാല്യൂ കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂ കൂടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു 2 വർഷം മുന്നേ ഈ 1000 രൂപ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സിനകത്തോ അല്ലെങ്കിൽ ഒരു പെട്ടിക്കകത്തോ അടച്ചു വെച്ചെന്ന് വിചാരിക്കാം. അതേ സമയത്ത് മറ്റൊരാൾ ഈ 1000 രൂപ കൊണ്ടുപോയിട്ട് ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പെട്ടിക്കകത്ത് അടച്ചു വെച്ച 1000 രൂപ തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പെട്ടിക്കകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1000 രൂപയാണ്. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വില 2 വർഷം മുന്നേ നമ്മൾ പെട്രോൾ, സ്വർണ്ണത്തിന്റെ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളുടെയും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പലചരക്ക് സാധനങ്ങൾ മുതൽ എല്ലാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനത്തിന്റെ വില 2 വർഷം കൊണ്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൂടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇതേ സമയത്ത് ഈ പൈസ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് 1000 എന്നുള്ളത് ഒരു 1500 അല്ലെങ്കിൽ ഏറെക്കുറെ ചിലപ്പോൾ ഒരു 2000 രൂപയ്ക്ക് അടുപ്പിച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ അയാളുടെ കയ്യിലുള്ള പൈസ കൂടി, നമ്മുടെ കയ്യിലുള്ള പൈസ കൂടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ പൈസ വെറുതെ കൊണ്ടുവരിടും അടച്ചു വെച്ചിരുന്നില്ല. പുള്ളി അത് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് തന്നെ പുള്ളിയുടെ കയ്യിലുള്ള പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത ആ പൈസയുടെ വാല്യൂ കൂടി. അപ്പൊ ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നമ്മളിപ്പോൾ 2 വർഷം കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിലുള്ള പൈസ എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആ പൈസ കുറയാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയത് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ വളരും. ആ പൈസ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലരും അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റിസ്ക് ആണ്. പക്ഷെ ഇപ്പോഴും പലർക്കും മനസ്സിലാത്തൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പം ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ, എന്ത് വേണം ആയിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ഗവൺമെന്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു 0% റിസ്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് SIPs കുറിച്ചാണ്. അപ്പം SIPs എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. ചിലർക്ക് നല്ല രീതിയിൽ അറിയായിരിക്കും, ചിലർക്ക് ചെറിയൊരു ഐഡിയ കാണും, ചിലർക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും. SIPs എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് എന്റെ പേര്. 1-2 മ്യൂച്വൽ ഫണ്ടിലൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പൈസ എന്നൊക്കെ കേൾക്കുമ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടും പേടി തോന്നും. അയ്യോ, ഞാൻ ഇത്ര പൈസ ഇടുകയാണ്, എന്റെ കയ്യിൽ അത്രയും ഫണ്ടൊന്നും ഇല്ല. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ അവസ്ഥ ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെറും 10 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതെ, വെറും 10 രൂപ മാത്രം നിങ്ങൾ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 10 രൂപ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം SIPs എന്ന് പറയുമ്പോൾ കുറെ ടൈപ്പ് ഉണ്ട്. അപ്പം SIPsനകത്ത് നമുക്ക് ഈ റിസ്ക് കാറ്റഗറൈസ് ചെയ്തതാണ്. അതായത് SIPsനകത്ത് റിസ്ക് വരുന്ന കുറെ, അതായത് കുറച്ച് റിസ്ക് കൂടിയതും അതുപോലെ തന്നെ റിട്ടേൺ കൂടിയതും ആയിട്ടുള്ള 1-2 ഫീൽഡ്സും സെക്ടേഴ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റിസ്ക് കുറഞ്ഞതും അതുപോലെ തന്നെ റിട്ടേൺ കുറഞ്ഞതായിട്ടുള്ള 1-2 സെക്ടേഴ്സും ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇക്വിറ്റി, അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കാണുന്ന മാതിരി റിലയൻസ്, HDFC ബാങ്ക്, ഇതിന്റെയൊക്കെ സ്റ്റോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SIPs ഉണ്ട്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും റിസ്ക് കൂടുതലാണ്, അതുപോലെ തന്നെ റിട്ടേൺസും കൂടുതലാണ്. ഇനി രണ്ടാമത് വരുന്നത് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ബോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഡെബ് ബോൺസ് എന്ന് പറയും. അതായത് നമ്മൾ ഗവൺമെന്റിന് ആക്ച്വലി പൈസ കടം കൊടുക്കുകയാണ്, ഗവൺമെന്റ് അല്ലെങ്കിൽ വലിയ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കോർപ്പറേറ്റിനൊക്കെ പൈസ കടം കൊടുക്കുകയാണ്. അവിടെ റിസ്ക് വളരെ കുറവാണ്, സീറോ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഡയറക്ട്ലി ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. നമ്മുടെ പൈസയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസയാണ്, അത് തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ അവിടെ റിട്ടേൺ കുറവാണ്, റിസ്ക്കും കുറവാണ്. അപ്പൊ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേൺ കുറയും. അപ്പൊ അത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു മെച്യൂരിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് തീരുമാനിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം തന്നെ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും, അതായത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് മാനേജർ കുറച്ച് സ്റ്റോക്കിലോട്ടും കുറച്ച് ഈ പറയുന്ന ഗവൺമെന്റിന്റെ ബോൺസിലോട്ടും ഇടും. അപ്പൊ ഒരു റിസ്ക് ആ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കും. ഒരു സൈഡിൽ റിസ്ക് കൂടുതലായിരിക്കും, മറ്റൊരു സൈഡിൽ റിസ്ക് കുറവായിരിക്കും. റിസ്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചിലവർ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അല്ലാണ്ട് കമ്മോഡിറ്റീസിൽ, അതായത് ഗോൾഡ് അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 SIPs കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന പോലെ തോന്നും, ഇല്ലെങ്കിൽ ഭയങ്കര വലിയ കാര്യങ്ങളായിട്ടും തോന്നും. ഇതൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കാര്യം ഇതൊന്നുമല്ല.
കാര്യം വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ 1-2 ആപ്സ് വഴി നമുക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ഓട്ടോ പേ ഇടുന്ന മാതിരിയുള്ള ഒരു സംഭവമാണിത്. ആ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഡയറക്റ്റ്ലി 10 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി ഇൻവെസ്റ്റ്മെന്റിന്റെ നിങ്ങളുടെ ഈ 10 രൂപ എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ ഏതുവരെ എത്തി, എപ്പം നിങ്ങൾ ഉദ്ദേശിച്ച പൈസ കിട്ടും, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണം ഈ പറയുന്ന പൈസ, നിങ്ങൾക്ക് ഇടുന്ന പൈസ, നിങ്ങൾ അവിടെ ജസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് എപ്പോൾ വേണം നിങ്ങൾക്ക് തിരിച്ചെടുക്കും. ഒരു സേവിങ്സ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളിപ്പോൾ ബാങ്കിൽ ഇടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുക്കയിലൊക്കെ പൈസ ഇട്ട് വെക്കുന്നവരുണ്ട്, അതുപോലെ മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമ്മളിപ്പം ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് വഴിയാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അപ്പം ആപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പറയുന്ന മാതിരി SIPs നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ, അതായത് വെറും 10 രൂപയിൽ തുടങ്ങിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും വളരെ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ കുറച്ചുകൂടെ വലിയ എമൗണ്ട് ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെറിയൊരു പീരീഡിൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിനകത്ത് റിസ്ക്കും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് റിസ്ക് കുറഞ്ഞ സാധനമുണ്ട്, റിസ്ക് കൂടിയ കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേര് തന്നെ ഇൻ മണി എന്ന് ഞാൻ വിളിക്കുന്ന ഒരു ആപ്പാണ്. സോ ഇത് വളരെ സിമ്പിൾ ആണ്, വളരെയധികം ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പൊ ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ നമ്മൾ യൂട്യൂബിനകത്തും മറ്റ് സ്ഥലങ്ങളിലും ഈ എൻട്രി ആപ്പിലൊക്കെ ഇതിന്റെ ഒരുപാട് കോഴ്സസും അതും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വർഷങ്ങളോളം ഇതൊക്കെ ഇരുന്ന് പഠിച്ച് എഴുതി നോട്ട്സ് ഒക്കെ തയ്യാറാക്കി, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം മാറിയപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AI വന്നു, എല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കീഴിലാണ്. അപ്പം നമുക്കറിയാം ഈ പറയുന്ന പല കാര്യങ്ങളും, അതായത് ഈ പറയുന്ന പല സ്റ്റഡീസും, ഇപ്പം സ്റ്റോക്ക് സെലക്ട് ചെയ്യാനാണെങ്കിലും SIPs സെലക്ട് ചെയ്യാനാണെങ്കിലും പലതും സെലക്ട് ചെയ്യാനാണെങ്കിലും ഇപ്പൊ ആൾക്കാർ ഒരുപാട് AIസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സമയം കളയുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന ടെക്നോളജീസ് ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ പറയുന്ന ആപ്സ്, ഞാൻ പറയുന്ന ആപ്സ് ഇൻമണി എന്ന് പറയുന്ന ആപ്പാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മറ്റൊക്കെ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ലിങ്കും മറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ റിവ്യൂ, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. ആൾക്കാർക്ക് വളരെ അധികം നല്ല രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ, നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾക്കുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ആപ്പ് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം ഇതിനകത്തുള്ള ബ്രോക്കർ ഫീസ് ആയിക്കോട്ടെ, ബാക്കി ഇതൊക്കെ ആയിക്കോട്ടെ, വളരെ കുറവാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു സംഭവമാണ്, അപ്പൊ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന മാതിരി സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ട്, US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, F&O ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ എങ്ങനെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സിലോട്ടാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ SIPs സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ സ്റ്റാർട്ട് SIP എന്ന് പറയുന്ന സാധനം കൊടുക്കുമ്പോഴേക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള SIPസിന്റെ എല്ലാത്തിന്റെ ലിസ്റ്റ് വരും. അപ്പൊ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് 131% തരുന്ന ഒരു SIP ഉണ്ട്. അപ്പം ഇതേ SIP തന്നെ നമ്മളിപ്പം പല കാര്യങ്ങൾ, ഇപ്പം ഈ SIP ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് താഴോട്ടൊന്ന് വന്നിട്ട് ഇതിന്റെ ബാക്കി SIPസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, അപ്പം 131% മുതൽ ഏറെക്കുറെ 20-22% ഒക്കെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന SIPs ഉണ്ട്. അപ്പം ഇതിൽ എവിടെ വേണം നിങ്ങൾക്ക് 10 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഏത് SIPയിൽ വേണം നിങ്ങൾക്ക് 10 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. 10 രൂപ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഗോ ഫോർ ദ ഹയർ റിസ്ക്, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ ഏതിൽ വേണം നിങ്ങൾക്ക് 10 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ഓവർവ്യൂ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ എത്ര പെർസെന്റേജ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇക്വിറ്റി മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മറ്റേ ബോണ്ട് മാർക്കറ്റ്, അതായത് ഈ സേഫ് ഫണ്ട് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന എത്ര പെർസെന്റേജ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അവർ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാക്കി പർട്ടിക്കുലർ പെർസെന്റേജ് അവർ ഈ ബോണ്ട്സിലും ഗവൺമെന്റിന്റെ ബാക്കി ബോണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു പെർസെന്റേജ് സേഫ് ആയിട്ടും മറ്റൊരു പെർസെന്റേജ് ഇച്ചിരി റിസ്ക് ഉള്ള ഏരിയയിലായിരിക്കും അവർ ഇടുന്നത്. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന ഒരു SIP അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസ്കിലായിരിക്കും. അപ്പൊ അതുവഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആക്ച്വലി ഏതെങ്കിലും 1-2 സംഭവം വീണാൽ പോലും, അതായത് ഈ പറയുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിലല്ല. അപ്പം സ്റ്റോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. ഇപ്പൊ നമ്മൾ HDFC ബാങ്ക്, റിലയൻസ്, അങ്ങനത്തെ വലിയ കമ്പനീസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന കമ്പനീസിന്റെ ഒക്കെ സ്റ്റോക്സിലായിരിക്കും ഈ പറയുന്ന നമ്മുടെ SIP മാനേജർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ,
ഈ പറയുന്ന ഗവൺമെന്റ് ബോൺസ് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവമുണ്ട്. അതായത് വളരെ സേഫ് ആയിട്ടുള്ള, ചെറുത് ഇൻ ദ സെൻസ് റിസ്ക് കുറവാണ്, നമുക്ക് വരുന്ന വരുമാനം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണും കുറവാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം 1% സേഫ് ആയിട്ടും 1% ഇച്ചിരി റിസ്ക് ഉള്ള ഏരിയയിലും കിടന്ന് കളിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ ഗ്രോ ചെയ്യും. ഇത് രണ്ടും കൂടെ ഗ്രോ ചെയ്യുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡ്, അതായത് റിസ്ക് സൈഡിൽ നിന്നുകൊണ്ട് റിസ്ക് ആയിട്ട് കിടക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ലോസസ് ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന സാധനം വെച്ച് അവർ ബാലൻസ് ചെയ്യും. അത് മാത്രമല്ല, ഈ റിസ്ക് എന്ന് പറയുമ്പോഴേക്കും രണ്ട് രീതിയിലും ഉണ്ട്. അതായത് ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്, ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പൊട്ടാൻ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു സൈഡിൽ ഹൈ റിട്ടേൺസിനുള്ള സാധ്യത അവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് നിന്നവരാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയായിരിക്കും. ഇപ്പം ഒരു 5-6 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മുടെ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. അത് എല്ലാവർക്കും അറിയാം, പച്ചയായ ഒരു സത്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിന് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയും. അപ്പം ഈ പറയുന്ന സ്റ്റോക്സിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ടെക്നിക്കലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം, ഞാൻ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന SIPസിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 10 രൂപ വെച്ചിടുക. നിങ്ങൾ 10 രൂപയിൽ കൂടുതൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യണം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ പറയുന്ന മാതിരി 1-2 മാസം കൂടുമ്പോഴേക്കും ഈ പറയുന്ന ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫണ്ടിന്റെ ഗ്രോത്ത് എവിടെയാണ്, നിങ്ങളുടെ ഫണ്ട് എവിടെ നിൽക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഒരു പ്രശ്നമില്ല, യാതൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എപ്പോൾ വേണം നിങ്ങൾക്ക് ഫണ്ട് എടുത്തുകൊണ്ട് പോകും, ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ് കാര്യം. അതായത് നിങ്ങൾ ഒരു കുടുക്കയിൽ ഒരു 10 രൂപ ഇട്ട് വെക്കുന്നതിന് പകരം ഇതിനകത്ത് കൊണ്ട് ഇട്ട് വെക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ക്യാഷ് ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അതിന്റെ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയം എടുക്കും. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന മാതിരി ഇപ്പം ഗോൾഡിന്റെ കാര്യം തന്നെ എടുത്തു നോക്കും. ഒരു വർഷം മുന്നേ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5-10 വർഷം മുന്നേ 50,000 ആണെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ ശേഷമാണ് അത് 1,00,000 രൂപയായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഇത്, അതായത് നമ്മളിപ്പോൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ നോക്കും നമ്മുടെ വെൽത്തിനെയാണ്. അതായത് നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് ഇപ്പം നമ്മളല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം 2 മാസം കൊണ്ട് പണക്കാരനാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി പ്രാക്ടിക്കലി വളരെ വളരെ പാടാണ്. പറ്റില്ല എന്നല്ല, വളരെ പാടാണ്. പക്ഷെ നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മുടെ വെൽത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു സക്സസ് വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും ഫ്യൂച്ചറിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ, അല്ലെങ്കിൽ വളരെയധികം ഒരുപാട് നല്ല രീതിയിൽ ആവശ്യങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് ഉപകാരപ്പെടണം. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 10 എന്ന് പറഞ്ഞത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ കൂടുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മാതിരി നിങ്ങൾക്ക് അതിന്റെ റിട്ടേണും റിസ്ക്കും കാര്യങ്ങളൊക്കെ താഴെ നോക്കിയാൽ മനസ്സിലാവും. റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫണ്ട്സിലോട്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു, ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഇതിന്റെ റിട്ടേൺ പീരീഡ്, ഇപ്പോൾ 3 വർഷം റിട്ടേൺ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബട്ട് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ക്യാഷ് വേണം എന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പോയെടുക്കും. അങ്ങനെ ഏതൊരു രീതിയിൽ നിങ്ങൾക്ക് ആക്ച്വലി വളരെയധികം ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ് SIP എന്ന് പറയുന്നത്. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ഇൻമണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പോയാൽ വെറും 10 രൂപ, നമ്മൾ ഒരു ദിവസം 10 രൂപ ഇടുന്നുള്ള, മാസം 200 രൂപ, വർഷം 2,400 രൂപ, അത്രേ ഉള്ളൂ. പക്ഷെ കിട്ടിയാലോ നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മാതിരി സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ SIPs എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും അതിനകത്ത് ആവശ്യത്തിന് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് തീർച്ചയായിട്ടും അതിനകത്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. SIPs എല്ലാം ഫ്ലോപ്പ് ആവുന്ന ഒരു സംഭവമല്ല. SIPs എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ SIPs എത്രത്തോളം റിസ്കി ആണെന്ന് ചോദിച്ചാൽ റിസ്കിയാണ്. പക്ഷേ സ്റ്റോക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ അത്രയും റിസ്ക് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. സോ കുറച്ച് റിസ്ക് എടുക്കുക. ലൈഫിൽ കുറച്ച് റിസ്ക് എടുത്താൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ട്രൈ ചെയ്ത് നോക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള SIPസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ ഇടുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.